കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപി ജൂൺ 9-ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എല്ലാ മലയാളികൾക്കും അഭിമാന നിമിഷമായിരുന്നു. സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്. ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചു വരുന്നത്. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുമായി സഹകരിച്ചാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തന മണ്ഡലം. മന്ത്രിയായ ശേഷം സുരേഷ് ഗോപി നടത്തിയ പല പ്രസ്താവനകളും സമൂഹം ഏറ്റെടുത്തിരുന്നു. കേന്ദ്രമന്ത്രിയുടെ ശമ്പളം എടുക്കില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രസ്താവന. തനിക്ക് സിനിമ എന്ന തൊഴിൽ അറിയൂ, വേറെ വരുമാന മാർഗമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രമന്ത്രിയായ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം വന്നത്. ഇതിന്റെ ശമ്പളം ഞാൻ എടുക്കില്ല, ഇത് രാജ്യസഭയിൽ ചെയ്തതുപോലെ ചെയ്യും. എനിക്ക് സിനിമ എന്ന തൊഴിൽ അറിയൂ, വേറെ വരുമാന മാർഗമില്ല. വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടണം. സിനിമാ ചിത്രീകരണ സ്ഥലത്തു നിന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മാത്രമല്ല, ഉദ്ഘാടനങ്ങൾക്ക് തന്നെ വിളിക്കുമ്പോൾ MP എന്ന നിലയിലല്ല, സിനിമാ താരം എന്ന നിലയിൽ വിളിക്കണമെന്നും അതിന് തന്റെ സഹപ്രവർത്തകർ വാങ്ങുന്നത് പോലെ പ്രതിഫലം വാങ്ങുമെന്നും അത് തന്നെ ട്രസ്റ്റ് വഴി ജനനന്മയ്ക്കായി വിനിയോഗിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞതും ജനം കൈയടിച്ചതാണ്. എന്തായാലും മലയാളിയുടെ അഭിമാനമായ സുരേഷ് ഗോപിക്ക് അത്ര സന്തോഷിക്കാവുന്ന വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. സുരേഷ് ഗോപി വൈകാതെ രാജിവെച്ചേക്കുമെന്നാണ് പുതിയ വാർത്തകൾ. നേരത്തെ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനാൽ അതൃപ്തനായിരുന്ന സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് അദ്ദേഹം സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രാജി പ്രവചിച്ചിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ജ്യോത്സ്യന്മാർ തന്നെയാണ്. സുരേഷ് ഗോപിക്ക് കാലസർപ്പയോഗം ആരംഭിച്ചെന്നും തിരിച്ചടികൾ നേരിടുന്നതിനുള്ള സമയം വരുന്നുവെന്നും വൈകാതെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. കാലസർപ്പയോഗത്തെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ ജ്യോതിഷ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും പരമ്പരാഗത ജ്യോത്സ്യന്മാരും ആധുനിക ജ്യോത്സ്യന്മാരും വ്യത്യസ്ത വാദമുഖങ്ങൾ പറയാറുണ്ട്. ജ്യോതിഷത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ കാലസർപ്പയോഗത്തെക്കുറിച്ച് പരാമർശം ഇല്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. എന്നാൽ ഫലഭാഗ ജ്യോതിഷത്തിൽ പ്രായോഗികമായി ഈ യോഗഫലങ്ങൾ അനുഭവിക്കപ്പെടുന്നതും കാണുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ തമിഴ് സ്വാധീനം മൂലം കാലസർപ്പയോഗത്തെ കാളസർപ്പയോഗം എന്നും വിളിച്ചു വരുന്നുണ്ട്. ജ്യോതിശാസ്ത്രപരമായും ജ്യോതിഷപരമായും രാഹുകേതുകൾക്ക് പ്രാധാന്യമേറെയുണ്ട് ഈ യോഗത്തിന്. ഇത് കണക്കുകൂട്ടിയാണ് ഈ ജ്യോത്സ്യൻ ഇത് പ്രവചിച്ചിരിക്കുന്നത്. യോഗത്തെക്കുറിച്ച് ഒരു ജ്യോതിഷി പറയുന്നത് ഇങ്ങനെയാണ്: വ്യക്തിയുടെ ആരോഗ്യം, ആയുസ്, മനഃശാന്തി എന്നിവ തകർക്കപ്പെടുകയാണ് ഈ സമയത്ത്. വ്യക്തിക്ക് ഗുരുതരമായ അപകടങ്ങളോ ജയിൽവാസമോ മറ്റു വിധത്തിലുള്ള ബന്ധമോ അനുഭവിക്കേണ്ടി വരുന്നു. വിവാഹ ജീവിതത്തിൽ പരാജയം, കോടതി വ്യവഹാരം, വിരഹദാമ്പത്യം, നിയമപ്രകാരമുള്ള വേർപിരിയൽ, പരസ്പര വഞ്ചന എന്നിവ ഫലിക്കുന്നുണ്ട്. സ്വത്തുക്കളുടെ നാശം, അന്യാധീനപ്പെടുക, നിയമപരമായി അനുഭവയോഗം ഇല്ലാതാവുക, ജപ്തി, പൊതു ആവശ്യത്തിന് സർക്കാർ ഏറ്റെടുക്കുക, സ്വത്തുക്കൾ സ്വന്തക്കാർ കൈവശപ്പെടുത്തുക എന്നീ ഫലങ്ങളും അനുഭവിക്കും. തൊഴിൽ നഷ്ടം, തൊഴിൽ താൽപ്പര്യമില്ലായ്മ, ഇല്ലാതെ അലഞ്ഞു നടക്കുക, സസ്പെൻഷൻ, ഡിസ്മിസൽ, വിജിലൻസ് അന്വേഷണത്തിൽ അപമാനം, രാഷ്ട്രീയക്കാരുടെ ഇടപെടലിൽ തൊഴിൽ നഷ്ടം എന്നിവയും ഫലമാണ്. രാജ്യാധികാരം ലഭിക്കുകയും അപമാനിതനായി പുറത്തു പോവുകയും ചെയ്യുക, ശക്തമായ വ്യക്തിത്വം ഉണ്ടെങ്കിലും ഒന്നിലും ശോഭിക്കാനാകാതെ നിരാശപ്പെടുക, രാഷ്ട്രീയ ജീവിതത്തിൽ ഒറ്റപ്പെടുക, അഴിമതിക്കാരൻ എന്ന പേര് പതിയുക എന്നിവയും ഈ ഫലമാണെന്നും പറയുന്നുണ്ട്. ഇതിൽ ഒടുവിൽ പറഞ്ഞ കാര്യം കണക്ക് കൂട്ടിയാണ് ഈ ജ്യോത്സ്യൻ സുരേഷ് ഗോപിയുടെ രാജി പ്രവചിച്ചിരിക്കുന്നത്. രാഹു ലഗ്നത്തിന്റെ 2-ലും കേതു 8-ലും വരുന്ന ഗുളിക കാലസർപ്പയോഗം, വാസുകി കാലസർപ്പയോഗം, ശംഖപാല കാലസർപ്പയോഗം, പമ്പ കാലസർപ്പയോഗം, മഹാപമ്പ കാലസർപ്പയോഗം ഇവ 6 ആണ് വളരെയധികം അപകടം നിറഞ്ഞതെന്നും മറ്റുള്ളവ അത്രത്തോളം ദോഷകരമല്ലെന്നും പറയുന്നു. ഇതിൽ ഗുളിക കാലസർപ്പയോഗമാണ് സുരേഷ് ഗോപിക്കെന്നും ജ്യോത്സ്യൻ പറയുന്നുണ്ട്. ജാതകത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ശനി, ചൊവ്വ എന്ന ഗ്രഹങ്ങളുടെ സ്വന്തം രാശികളായ ചിങ്ങം, കർക്കടകം, മേടം, വൃശ്ചികം, മകരം, കുംഭം എന്നീ രാശികളിൽ രാഹു അധികം കേതുകൾ വരുമെന്നും പറയുന്നുണ്ട്. ഇത് കണക്ക് കൂടിയാണ് ജ്യോത്സ്യൻ രാജിക്കാര്യം പ്രവചിച്ചിരിക്കുന്നതെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.